കനത്ത മഴയിൽ കോഴിക്കോട് കുന്നമംഗലത്ത് വ്യാപക കൃഷിനാശം. കുറ്റ്യാട്ട് വയലിൽ ഇറക്കിയ 7 ഏക്കറിലെ നെൽകൃഷി പൂർണ്ണമായും നശിച്ചു. വിളവെടുപ്പിന് പാകമായ നെല്ലാണ് തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ വെള്ളത്തിലായത്. ഇതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് മാവൂരിലെ സ്പന്ദനം കാർഷിക കൂട്ടായ്മയ്ക്ക് ഉണ്ടായത്. കൊയ്യാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കുറ്റ്യാട്ട് വയലിലെ കർഷകരുടെ നെഞ്ചു തകർത്ത് കനത്ത മഴയെത്തിയത്. മാവൂരിലെ സ്പന്ദനം കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 7 ഏക്കർ സ്ഥലത്ത് വലിയ പ്രതീക്ഷകളോടെയാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. അത്യുൽപാദന ശേഷിയുള്ള ഉമ ഇനത്തിൽപ്പെട്ട വിത്ത് 3 മാസം മുൻപാണ് വിതച്ചത്. കുന്ദമംഗലം കൃഷിവകുപ്പിന്റെ മേൽനോട്ടത്തിൽ 17ഓളം പേരുടെ കഠിനാധ്വാനമായിരുന്നു അത്. മികച്ച വിളവ് പ്രതീക്ഷിച്ചയിടത്ത് 2 ദിവസം പെയ്ത മഴ പ്രതീക്ഷകളെല്ലാം വെള്ളത്തിലാക്കി. ഈ നെല്ല് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഒരാഴ്ച മുന്നേ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് കൊഴിയാന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ വന്നിരുന്നത്. ആ സമയത്ത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചാഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെയും മഴ പെയ്ത് ഇത് മഴ കാരണം ഇത് ഫുള്ള് വെള്ളത്തിൽ വീണ് പോയി. അതുകൊണ്ട് എല്ലാം മുളച്ച് കിടക്കുകയാണ്. ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പ്യേൻ്റെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നെല്ല് നല്ല നെല്ലായിരുന്നു, പക്ഷേ നമുക്കത് ഈ മെഷീൻ കിട്ടാത്തത് കാരണം ഇതെടുക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ വർഷവും ഇതേ വയലിൽ സ്പന്ദനം കൂട്ടായ്മ കൃഷി ഇറക്കിയിരുന്നു. അന്ന് കൊയ്ത്തുയന്ത്രം എത്തിക്കാൻ റോഡിലെ വൈദ്യുതി തൂണുകൾ തടസ്സമായപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയാണിവർ പോസ്റ്റുകൾ റോഡരികിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. ഇത്തവണ കൊയ്ത്തുയന്ത്രം ബുക്ക് ചെയ്ത് കാത്തിരിക്കുമ്പോഴാണ് മഴ വില്ലനായി എത്തിയത്. പെട്ടെന്നുണ്ടായ കാരണം ഈ പറയുന്ന വേനൽ മഴ തന്നെയാണ് മെയിനായിട്ട്. വേനൽ മഴ എന്ന് പറയുന്നത് ഒരു ദിവസം മഴ പെയ്താൽ കുഴപ്പമില്ല, പിറ്റേന്നും അതുപോലെയാണ് പെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. അതേസമയത്ത് കണ്ടിന്യൂസ് ആയി ഒരു രാത്രി മുഴുവൻ മഴ പെയ്യത്, അതിനോടനുബന്ധം പിറ്റേ ദിവസം പകലും പെയ്ത്. അപ്പോൾ ഈർപ്പം അവിടെ നിന്ന് ആ വഴിക്ക് നെല്ലൊക്കെ ചാഞ്ഞു. മൂലം ബ്ലോക്കിന്റെ കീഴിൽ ഒരു കൊയ്ത്തു യന്ത്രം ഉണ്ടായാൽ നമുക്ക് നമ്മളുടെ ഭാഗത്തുള്ളത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ. അത് നമുക്ക് സംഘടിപ്പിക്കണമെന്ന അധികാരികളോടുള്ള ഒരു ശുപാർശ, ഒരു അഭ്യർത്ഥന നമ്മളുടെ സംഘം എന്നുള്ള നിലക്ക് ഞങ്ങൾക്കുണ്ട്. അപ്രതീക്ഷിതമായുണ്ടായ ഈ കൃഷിനാശത്തിൽ പകച്ചു നിൽക്കുന്ന കർഷകർക്ക് ഇനി സർക്കാരിന്റെയും കൃഷി വകുപ്പിന്റെയും ഭാഗത്തു നിന്നുള്ള അടിയന്തര സഹായം മാത്രമാണ് ഏക പ്രതീക്ഷ. ന്യൂസ് മലയാളം, കോഴിക്കോട്.